തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചരിത്ര വിജയം ആഘോഷമാക്കി BJP. സുരേഷ് ഗോപിക്ക് തൃശൂരിൽ വമ്പൻ സ്വീകരണം. നഗരത്തിൽ നടന്ന റോഡ് ഷോയിൽ ആയിരങ്ങൾ അണിനിരന്നു. മെട്രോ റെയിൽ തൃശൂരിലേക്ക് നീട്ടുന്നത് സാങ്കേതിക സാധ്യതകൾ പരിശോധിച്ച് നടപ്പാക്കുമെന്ന് നിയുക്ത MP സുരേഷ് ഗോപി. കെ മുരളീധരന്റെ തോൽവിയിൽ തൃശൂരിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും TN പ്രതാപനുമെതിരെ വ്യാപക പോസ്റ്റർ. പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി ജോസ് വള്ളൂർ. DCC നേതൃത്വത്തോട് വിശദീകരണം ചോദിക്കുമെന്ന് K സുധാകരൻ. കോൺഗ്രസ് വിടാനുള്ള തന്റെ തീരുമാനം തെറ്റിയില്ലെന്ന് പത്മജ വേണുഗോപാൽ. ബെന്നി ബെഹ്നാന്റെ രണ്ടാംവട്ട വിജയത്തിൽ നിറം മങ്ങി ചാലക്കുടി അസംബ്ലി മണ്ഡലത്തിലെ ഭൂരിപക്ഷം. ആലത്തൂരിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പരാജയത്തിന് കാരണമായത് സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവുകളെന്ന് DCC നേതൃത്വം. വടനപ്പള്ളിയിൽ കാർ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചുകയറി 4 പേർക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട കാർ സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലിടിച്ചാണ് ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചുകയറിയത്. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ ഇളക്കിമറിച്ച് സുരേഷ് ഗോപിയുടെ വിജയാഹ്ലാദ പ്രകടനം. ആനന്ദാവേശത്തിൽ ആറാടി അണികളും പ്രവർത്തകരും. ചരിത്ര വിജയത്തിലൂടെ തൃശൂർ പിടിച്ചെടുത്ത ശേഷം മണ്ഡലത്തിലെത്തിയ സുരേഷ് ഗോപിക്ക് ആവേശോജ്വല വരവേൽപ്പാണ് പാർട്ടി പ്രവർത്തകരും അണികളും ശക്തന്റെ തട്ടകത്ത് നൽകിയത്. ജില്ലാ ഭരണസിരാ കേന്ദ്രമായ അയ്യന്തോളിൽ നിന്ന് ബൈക്ക് റാലിയുടെയും നിരവധി വാഹനങ്ങളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് നിയുക്ത MPയെ നഗരത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചത്. സ്വരാജ് റൗണ്ടിൽ മണികണ്ഠനാൽ ക്ഷേത്രത്തിലെത്തി നാളികേരം ഉടച്ച ശേഷമാണ് വിജയാഹ്ലാദ പ്രകടനത്തിന് തുടക്കമായത്. വഴികൾക്കിരുവശത്തുമായി തടിച്ചുകൂടിയ ജനങ്ങളെ അഭിവാദ്യം ചെയ്താണ് SG റൗണ്ട് ചുറ്റിയത്. പുലിക്കളിയും പൂക്കാവടിയും പീലിക്കാവടിയും നിലക്കാവടിയും SGയുടെ ചിത്രം പതിച്ച പ്രത്യേക അലങ്കാരക്കാവടിയും വാദ്യമേളങ്ങളും DJയും ബലൂണുകളുമെല്ലാമായി വർണ്ണാഭമാക്കിയ ആവേശാഹ്ലാദത്തിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് അണിനിരുന്നത്. ചരിത്ര വിജയത്തിന്റെ മാറ്റുകൂട്ടി നടന്ന പ്രകടനത്തിൽ പങ്കുചേരാൻ ജില്ലയ്ക്ക് അകത്തും പുറത്തുനിന്നുമായി നിരവധി പേരാണ് തൃശൂരിലേക്ക് എത്തിയത്. ആഹ്ലാദ ചുവടുകളുമായി അണിനിരുന്ന വനിതാ പ്രവർത്തകരടക്കം വിജയാവേശം വാനോളം ഉയർത്തി. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, നേതാക്കളായ MD രമേശ്, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, A നാഗേഷ്, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രബുൽ കൃഷ്ണ, BDJSന്റെ അതുല്യ ഘോഷ് അടക്കമുള്ളവരും പങ്കെടുത്തു. TCV തൃശൂർ. മെട്രോ റെയിൽ തൃശൂരിലേക്ക് നീട്ടുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സാങ്കേതിക സാധ്യതകൾ പരിശോധിച്ച് അനുകൂലമെങ്കിൽ നടപ്പാക്കുമെന്ന് നിയുക്ത MP സുരേഷ് ഗോപി. തൃശൂർ സ്വപ്നം കാണുന്ന വളർച്ചയ്ക്ക് ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയതിനു ശേഷം തൃശൂർ കളക്ടറേറ്റിലെത്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയതിനു ശേഷം തൃശൂർ കളക്ടറേറ്റിലെത്തി മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ഇത് ഭാരിച്ച ഒരു സ്നേഹ വായ്പാണ് ഈ വിജയം എന്നാണ്, അങ്ങനെയാണ് ഞാൻ ഇതിനെ സ്വീകരിക്കുന്നത്. ആ ഭാരം ഏറ്റാനും നിർവഹണത്തിലൂടെ ആ ഭാരം എല്ലാവരുടെയും തൃപ്തിയിലേക്ക് എന്നെ വിശ്വസിച്ച ഒരു സമൂഹത്തിൻ്റെ വോട്ട് ചെയ്ത സമൂഹം എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർ മാത്രമല്ല, അല്ലാത്തവരും അവരുടെ ഇഷ്ടത്തിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അവരുമെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമാണ്, വോട്ടേഴ്സിൻ്റെ ഭാഗമാണ്. അവരുടെ എല്ലാം തൃപ്തിയിലേക്ക് എൻ്റെ ഉത്തരവാദിത്വം, അത് ഭാരമാണെങ്കിൽ അത് അവരുടെ തൃപ്തിയിലേക്ക് ഇറക്കി വയ്ക്കാൻ സാധിക്കണം. അതിന് ജഗദീശ്വരൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാവണേ. ഇതിൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു വളർച്ച, അതുവഴി നമുക്ക് ഒരു FDI വന്നു കഴിഞ്ഞാൽ, അതല്ലാതെ തന്നെ ഇവിടെ ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാംസിനൊക്കെ എങ്ങനെയാണ് ഒരു ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക്, ഒരു ഫ്ലറിഷിംഗ് ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക് ഒരു ഭയങ്കര ഡിവൈൻ ലോജിസ്റ്റിക്സ് വന്ന് ചേരാൻ പോകുന്നത് എന്ന് പറയുന്ന ടെക്നിക്കൽ സ്റ്റഡി അവർ നടത്തി അത് ഫീസിബിൾ ആണെങ്കിലാണ് അവർ അതിനുവേണ്ടി പിന്നെ നമുക്ക് സമ്മതം നടപ്പിലാക്കുകയും ചെയ്യും. ജനങ്ങൾ നൽകിയ ഭാരിച്ച സ്നേഹവായ്പായാണ് ഈ വിജയത്തെ കാണുന്നത്. ഈ ഭാരം ജനങ്ങളുടെയെല്ലാം തൃപ്തിയിലേക്ക് ഇറക്കി വയ്ക്കാൻ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. തൃശൂർ എടുക്കാൻ അനുവദിക്കാതെ പറഞ്ഞയച്ചപ്പോൾ തൃശൂർ എടുക്കാനായി താൻ ആഞ്ഞാഞ്ഞു വന്നതിന്റെ കൂലിയാണ് ഈ വിജയം. തൃശൂരിൽ സ്ഥിരതാമസമാക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന്
സ്ഥിരതാമസം പോലെ തന്നെയാകും എന്നായിരുന്നു മറുപടി. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 തൃശൂർ കളക്ടറേറ്റിലെത്തിയ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമാണ് നേതാക്കളും പ്രവർത്തകരും ചേർന്നൊരുക്കിയത്. കാവിഷാളുകളും തലപ്പാവും അണിയിച്ച് സുരേഷ് ഗോപിയെ BJP നേതാക്കളും വിവിധ ഉദ്യോഗസ്ഥ സംഘടനകളും ചേർന്ന് സ്വീകരിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ തുടങ്ങി BJPയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളും നിരവധി പ്രവർത്തകരും ചേർന്ന് ആവേശാരവങ്ങളോടെയാണ് സുരേഷ് ഗോപിയെ സ്വീകരിച്ചത്. തുടർന്ന് നേതാക്കളോടൊത്ത് കളക്ടറുടെ ചേംബറിലെത്തിയ സുരേഷ് ഗോപി MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ വിജയപത്രിക കളക്ടർ VR കൃഷ്ണതേജയിൽ നിന്ന് ഏറ്റുവാങ്ങി. TCV ന്യൂസ്, തൃശൂർ. സുരേഷ് ഗോപിയുടെ വിജയത്തെ തുടർന്ന് കവിളിൽ ശൂലം തറച്ച് കൂർക്കഞ്ചേരി സ്വദേശി BJP അനുയായി കുട്ടനാണ് മണികണ്ഠനാലിലെ മുരുകക്ഷേത്രത്തിന് മുൻപിൽ വഴിപാടായി കവിളിൽ ശൂലം തറച്ചത്. സുരേഷ് ഗോപി ജയിച്ചാൽ കവിളിൽ ശൂലം തറയ്ക്കാമെന്നായിരുന്നു വഴിപാട്. 1 മാസം വ്രതമെടുത്താണ് കുട്ടൻ വഴിപാട് പൂർത്തിയാക്കിയത്. നേരത്തെ CPM പ്രവർത്തകനായിരുന്ന കുട്ടൻ 1 വർഷം മുൻപാണ് BJPയിൽ ചേർന്നത്. BJP ഒല്ലൂർ മണ്ഡലം സെക്രട്ടറി സുശാന്ത് ഐനിക്കുന്നത്ത്, സിനോയ്, റോബിൻ, ജെയിൻ, മണികണ്ഠൻ എന്നിവരും ഒപ്പമുണ്ടായി. K മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തൃശൂരിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും TN പ്രതാപനുമെതിരെ പോസ്റ്റർ. TN പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റില്ലെന്നും DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ജോസ് വള്ളൂർ രാജിവെക്കണം എന്നുമാണ് പോസ്റ്ററിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ DCC ഓഫീസിന്റെ മതിലിലും പരിസരത്തും പതിച്ചിട്ടുള്ളത്. പോസ്റ്റർ പിന്നീട് കീറിക്കളഞ്ഞു. അതേസമയം DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും TN പ്രതാപനുമെതിരെ കടുത്ത ആരോപണങ്ങളുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. വീഴ്ച സംബന്ധിച്ച കോൺഗ്രസിന്റെ തൃശൂരിലെ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. NDAയുടെ വലിയ വിജയത്തിന് കാരണം BJP CPM ഡീലാണെന്ന് ആവർത്തിച്ച് ജോസ് വള്ളൂർ. ഇങ്ങനൊരു പരാജയം സംഭവിക്കാൻ പാടില്ലാത്ത വിധം പഴുതുകൾ അടച്ച് ശ്രീ K മുരളീധരൻ്റെ വലിയ വിജയം നേടാനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല, ഇങ്ങനൊരു പരാജയം ഉണ്ടാകാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് ആഴത്തിൽ പഠിച്ച് വേണ്ടത്ര തിരുത്തലുകൾ വരുത്തി എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. മന്ത്രിയുടെയും സ്ഥാനാർത്ഥിയുടെയും MLAയുടെയും പഞ്ചായത്തിലടക്കം BJPക്ക് ലീഡ് കിട്ടിയത് ചൂണ്ടിക്കാട്ടിയ DCC അധ്യക്ഷൻ ഇക്കാര്യത്തിൽ ഇടതുപക്ഷം മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടു. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇത്രയും വലിയ വോട്ടിന് അദ്ദേഹം ജയിക്കാനിടയായത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM നേതാക്കന്മാരും BJPയും തമ്മിലുണ്ടാക്കിയിട്ടുള്ള അവിഹിതമായ ഡീൽ, ആ ഡീലിൻ്റെ പ്രകടമായ അടയാളമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ കണ്ടത്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം തൃശൂർ പാർലമെന്റിനകത്തുള്ള തൃശൂർ ജില്ലയിലെ 21 ഗ്രാമപഞ്ചായത്തുകളിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ സാധിച്ചിട്ടില്ല. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് CPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ദേശീയ, സംസ്ഥാന, ജില്ലാ നേതാക്കന്മാർ എല്ലാവരുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ ആധിപത്യമുള്ള പ്രദേശമാണ്. മന്ത്രി രാജൻ, തൃശൂർ MLA ബാലചന്ദ്രന്റെ സ്ഥലം അന്തിക്കാടാണ്. സ്ഥാനാർത്ഥി സുനിൽകുമാറിന്റെ സ്ഥലം അന്തിക്കാടാണ്. നാട്ടിക MLA CC മുകുന്ദൻ, അദ്ദേഹത്തിന്റെ സ്ഥലം അന്തിക്കാടാണ്. ഈ 4 പ്രമുഖ നേതാക്കന്മാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അന്തിക്കാട്. 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്ത് കോൺഗ്രസിന്റെ ഒരു വോട്ടും അവിടെ ചോർന്നിട്ടില്ല എന്ന് മാത്രമല്ല 350 വോട്ട് BJPക്ക് അങ്ങനെ ആ പഞ്ചായത്തിൽ മാത്രം ലീഡുണ്ടായി. പരിശോധിക്കണം. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിന് വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു. കേരളത്തിലും വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു. ആ സമയത്ത് പോലും ചാടൂര്, താന്യം ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതുപക്ഷത്തിനായിരുന്നു ലീഡുണ്ടായിരുന്നത്. ആ സ്ഥലത്താണ് ഇപ്പോൾ BJP ലീഡ് ചെയ്തത്. അതെങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത്? അവിടെയും കോൺഗ്രസ് വോട്ട് ചോർന്നിട്ടില്ല. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്താണെങ്കിലും എളവിളി ഗ്രാമപഞ്ചായത്താണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രം വർഷങ്ങളായി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ എന്തുകൊണ്ട് BJPക്ക് ഇങ്ങനെ വലിയൊരു ലീഡുണ്ടായി എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത്. മുരളീധരന്റെ പരാജയം വലിയ ദുഃഖമാണ്. ഇതിന്റെ പേരിൽ മുരളി പൊതുപ്രവർത്തനത്തിൽ നിന്നും മാറരുത്. K മുരളീധരന്റെ പരാജയം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരിക്കൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വലിയ പരാജയമാണ്. ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുപോലെ ദുഃഖകരമായ ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. K മുരളീധരൻ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് അതികായകനായ വലിയ നേതാവാണ്. 100% അദ്ദേഹം കോൺഗ്രസിന് നേതൃത്വത്തിൽ ഉണ്ടാകണം. ജനാധിപത്യ വിശ്വാസികളെ മുഴുവൻ ആളുകളെയും ആഗ്രഹതാണ്. അതേസമയം DCC നേതൃത്വത്തിനെതിരെയും സിറ്റിംഗ് MP TN പ്രതാപനെതിരെയുമുള്ള പത്മജ വേണുഗോപാലിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പത്മജ വേണുഗോപാൽ കോൺഗ്രസിനകത്ത് വലിയ നേതാവായിരുന്നു. അവരിപ്പോൾ BJPയിലേക്ക് പോയി. അവരെ പോലെയുള്ള നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ സംബന്ധിച്ചൊന്നും പറയേണ്ട ബാധ്യത എനിക്കില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. TCV തൃശൂർ. കോൺഗ്രസ് വിടാനുള്ള തന്റെ തീരുമാനം തെറ്റിയില്ലെന്ന് പത്മജ വേണുഗോപാൽ. പാർട്ടിയിൽ നിന്നുണ്ടായ അപമാനം കൊണ്ട് പൊട്ടിക്കരഞ്ഞാണ് താൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നും മുരളീധരന് താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു.
തൃശൂർ മുരളി മന്ദിരത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പത്മജ. ജാതിയുടെയും വെറുപ്പിന്റെയും രാഷ്ട്രീയം കളിക്കുന്നത് കോൺഗ്രസ് ആണ്. സങ്കടങ്ങൾ പറഞ്ഞ് താൻ പാർട്ടി നേതാക്കൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആരും എന്നെ ചെവികൊണ്ടില്ലെന്നും അച്ഛന്റെ കാലുവാരികളുടെ പിന്മുറക്കാരിൽ ചിലരും പുതിയ ആളുകളുമാണ് തന്നെയും ചേട്ടനെയും കാലുവാരിയതെന്നും പത്മജ പറഞ്ഞു. ഞാനെടുത്ത തീരുമാനം തെറ്റിയില്ല എന്നെനിക്കിപ്പോൾ തോന്നുന്നു. കരഞ്ഞുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്ത് ഇവിടുന്ന് ഞാൻ പോയത്. കെ മുരളീധരൻ എന്ന് പറയുന്ന എൻ്റെ സഹോദരനോട് ഞാൻ മുന്നറിയിപ്പ് കൊടുത്ത കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ എല്ലാ കോൺഗ്രസ്സുകാരൊന്നും മോശമെന്ന് ഞാൻ പറയില്ല. നല്ല ആളുകളുണ്ട്, സ്നേഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു വിഭാഗത്തിൻ്റെ കയ്യിലാണ് ഇപ്പം അധികാരം. അവരാണ് തീരുമാനിക്കുന്നത് ആരിവിടെ വരണം, ആര് ജയിക്കണം, എങ്ങനെ ഞങ്ങൾ പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിക്കണം അവരാണ്. BJP താൻ കേട്ട പാർട്ടിയല്ല എന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും BJP വെറുക്കപ്പെടേണ്ട പാർട്ടിയല്ലെന്ന തോന്നലുമാണ് ക്രിസ്ത്യൻ വോട്ടുകളടക്കം BJPക്ക് കിട്ടാൻ ഇടയാക്കിയത്. സുരേഷ് ഗോപിയെ ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനപ്പുറം ബന്ധങ്ങളുണ്ട്. അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയാണ്. ജാതി ഏറ്റവും പറയുന്നത് കോൺഗ്രസ് ആണ്. അത് മാറ്റിയില്ലെങ്കിൽ കോൺഗ്രസ് ഇനി കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉണ്ടാകൂ. കോൺഗ്രസിന്റെ അധികാരങ്ങളെല്ലാം ഒരു കോക്കസിന്റെ കൈകളിലാണ്. അത് പിരിച്ചുവിട്ടാലേ കോൺഗ്രസ് നന്നാവുകയുള്ളൂവെന്നും പത്മജ പറഞ്ഞു. BJP ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, BJP മധ്യമേഖലാ പ്രഭാരി V ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. കെ മുരളീധരന്റെ തോൽവി സംബന്ധിച്ച് പാർട്ടി ഗൗരവപരമായി പരിശോധിക്കുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞു. മുരളീധരൻ ഉന്നയിച്ച വിഷയങ്ങളിൽ DCCയോട് വിശദീകരണം ചോദിക്കും. മുരളീധരൻ പാർട്ടിയുടെ എല്ലാമാണെന്നും വിട്ടുനിൽക്കേണ്ട ആളല്ലെന്നും സുധാകരൻ പറഞ്ഞു. ബെന്നി ബെഹനാന്റെ രണ്ടാംവട്ട വിജയത്തിൽ നിറം മങ്ങി ചാലക്കുടി അസംബ്ലി മണ്ഡലത്തിലെ ഭൂരിപക്ഷം. ഇതോടൊപ്പം പരമ്പരാഗത വോട്ടിംഗ് നിലയിൽ ചോർച്ചയുണ്ടായതിന്റെ ആശങ്കയിലാണ് LDFും. 5716 വോട്ടാണ് ചാലക്കുടി അസംബ്ലി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന്റെ ഭൂരിപക്ഷം. 2019 ഇന്നസെന്റിനെതിരെ 22,546 വോട്ടിന്റെ മുൻതൂക്കമുണ്ടായിരുന്നു. ചാലക്കുടി നഗരസഭയിൽ നിന്നും 3490 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇക്കുറി ബെന്നി ബെഹനാൻ നേടിയത്. എന്നാൽ 2019 അത് 7285 ആയിരുന്നു. എന്നാൽ കൊടകര, മേലൂർ, അതിരപ്പള്ളി എന്നീ പഞ്ചായത്തുകൾ LDFന് നേട്ടമുണ്ടാക്കി. കൊടകരയിൽ നിന്നും 1303 വോട്ടുകൾ മാത്രം ഭൂരിപക്ഷം ലഭിച്ചത് ആശങ്കയോടെയാണ് LDF നേതൃത്വം നോക്കിക്കാണുന്നത്. മേലൂരിലെ 235ന്റെ ലീഡ് തുടർച്ചയായി പഞ്ചായത്ത് ഭരിക്കുന്ന LDFന് കനത്ത താക്കീതുമായി മാറിയിരിക്കുകയാണ്. കൊരട്ടി, കാടുകുറ്റി, പരിയാരം എന്നീ പഞ്ചായത്തുകളിലെ LDF ഭരണത്തിന് ശക്തമായ വെല്ലുവിളി ഉയർത്തുകയാണ് പിന്നിട്ട അസംബ്ലി, പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ. ആലത്തൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പരാജയത്തിന് കാരണമായത് സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവുകളാണെന്ന് പാലക്കാട് DCC നേതൃത്വം. LDF സ്ഥാനാർത്ഥിയായിരുന്ന മന്ത്രി K രാധാകൃഷ്ണനോടാണ് സിറ്റിംഗ് MP ആയിരുന്ന രമ്യ ഹരിദാസ് തോറ്റത്. സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവുകളാണ് വെല്ലുവിളിയായത്. രമ്യയുടെ പരാജയത്തിൽ നേതൃത്വത്തിന് പങ്കില്ല. മുതിർന്ന നേതാക്കളടക്കം നിർദ്ദേശിച്ച കാര്യങ്ങൾ സ്ഥാനാർത്ഥി വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തതാണ് പരാജയത്തിന് കാരണമായതെന്നും പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ പറഞ്ഞു. അതേസമയം വിവാദങ്ങൾക്കില്ലെന്നും നല്ല രീതിയിൽ പാർട്ടി നേതൃത്വവുമായി സഹകരിച്ചാണ് പ്രവർത്തിച്ചതെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറയും, വിവാദത്തിനല്ലെന്നും രമ്യ ഹരിദാസ് കൂട്ടിച്ചേർത്തു. വടനപ്പള്ളി സെൻട്രലിൽ ചേറ്റുവ റോഡിലെ ബസ് സ്റ്റോപ്പിലേക്ക് കാർ ഇടിച്ചു കയറി 4 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ മേപ്പറമ്പിൽ വീട്ടിൽ സോമൻ, വടക്കൻ വീട്ടിൽ കുഞ്ഞായിപ്പൂട്ടി, ഷെരീഫ്, ചെമ്പൂത്തുംപറമ്പിൽ ലിജി എന്നിവർക്കാണ് പരിക്കേറ്റത്. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചതിന് ശേഷം നിയന്ത്രണം വിട്ട കാർ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റവരെ വാടാനപ്പള്ളി ആക്സ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊതുപ്രവർത്തകൻ റൂബിൻ ലാലിനെ ലോക്കപ്പിൽ മർദ്ദിച്ചുവെന്ന പരാതിയിൽ അതിരപ്പള്ളി CIക്ക് സസ്പെൻഷൻ. SHO ആൻഡ്രിക് ഡൊമിനിക്കിനെയാണ് അന്വേഷണ വിധേയമായി ഉത്തരമേഖല IG സസ്പെൻഡ് ചെയ്തത്. കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാക്കിയെന്നാരോപിച്ച് കൊന്നക്കുഴിയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തത്. ഇതിനെതിരെ ഒരു വിഭാഗം പൊതുപ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ വിജയത്തെ തുടർന്ന് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. വടക്കാഞ്ചേരിയിൽ നടന്ന പ്രകടനത്തിന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, CPI മണ്ഡലം സെക്രട്ടറി EM സതീശൻ, TR രജിത്ത്, MJ ബിനോയ്, മിനി അരവിന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഉല്ലൂർ തേക്കാട്ടുശ്ശേരി റെയിൽവേ മേൽപ്പാലം പൂർണ്ണമായും റെയിൽവേയുടെ ചെലവിൽ നിർമ്മിക്കുവാൻ റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. 35.51 കോടി രൂപ ചെലവ് വരുന്നതാണ് മേൽപ്പാല നിർമ്മാണം. ഇതോടൊപ്പം കേരളത്തിലാകെ 6 മേൽപ്പാലങ്ങൾക്കാണ് ഇത്തരത്തിൽ അനുമതി നിലവിൽ നൽകിയിട്ടുള്ളത്. താമസിയാതെ കൂടുതൽ മേൽപ്പാലങ്ങൾക്ക് അനുമതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചു. സ്വന്തം ചെലവിൽ മേൽപ്പാല നിർമ്മാണം ഏറ്റെടുക്കുവാനുള്ള റെയിൽവേയുടെ പുതിയ നയത്തിന്റെ വെളിച്ചത്തിലാണ് അനുമതികൾ. നീറ്റ് അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ കൊരട്ടി ഖന്ന സ്വദേശി ദേവദർശൻ ആർ നായരെ കൊരട്ടി പഞ്ചായത്ത് ആദരിച്ചു. പ്രസിഡന്റ് PC ബിജു വീട്ടിലെത്തി ഹാരമണിയിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് KR സുമേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. 720-ൽ 720 മാർക്ക് നേടിയാണ് ദേവദർശൻ 1ാം റാങ്ക് കരസ്ഥമാക്കിയത്. കേരളത്തിൽ നിന്ന് ആദ്യമായാണ് ഈ നേട്ടം ഒരു വിദ്യാർത്ഥി കരസ്ഥമാക്കുന്നത്. എഴുതിയ ആദ്യ പരീക്ഷയിൽ തന്നെ 1ാം റാങ്ക് നേടുന്ന അപൂർവതയുമുണ്ട്. കൊരട്ടി സ്വദേശി ഡോക്ടർ രാജേഷ്, ഡോക്ടർ ദീപാകൃഷ്ണൻ ദമ്പതികളുടെ മകനാണ് ദേവദർശൻ. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ റൌഡിയും ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ മണ്ണമ്പേട്ട പച്ചലിപ്പുറം സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. പച്ചലിപ്പുറം കിഴക്കൂട്ട് വീട്ടിൽ ചന്ദ്രൻ എന്ന മോനുവിനെയാണ് പുതുക്കാട് പോലീസ് നാടുകടത്തിയത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പച്ചലിപ്പുറം കല്ലൂർ ഭാഗങ്ങളിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് നിരന്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി പൊതുസമാധാനത്തിന് ഭീഷണിയായ ഇയാൾക്കെതിരെ കാപ്പ ചുമത്തുകയായിരുന്നു. പുതുക്കാട് SHOയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 6 മാസത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ക്യാൻസർ രോഗബാധിതർക്കായി തന്റെ മുടി ദാനം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഷെയ്ഖ് സലീം ഖാൻ എന്ന 4 വയസ്സുകാരൻ. കുരുന്നുപ്രായത്തിൽ ക്യാൻസറിനെ സംബന്ധിച്ച് അറിയില്ലെങ്കിൽ വാപ്പയുടെയും ഉമ്മയുടെയും ആഗ്രഹം നടത്തിക്കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ UKG-കാരൻ. മതിലകം പുന്നക്ക ബസാർ ഷിജാസ് രഹ്ന ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമനാണ് മതിലകം പുതിയകാവ് പാപ്പിനിവട്ടം AMUP സ്കൂളിലെ വിദ്യാർത്ഥിയായ ഷെയ്ഖ് സലീം ഖാൻ. സലീം ഖാന് 1 വയസ്സുള്ളപ്പോഴാണ് ക്യാൻസർ ബാധിതർക്ക് വേണ്ടി മുടി ദാനം ചെയ്യണമെന്ന ആഗ്രഹം മാതാപിതാക്കൾക്കുണ്ടായത്. അതോടെ മകന്റെ മുടി നീട്ടി വളർത്തുകയായിരുന്നു. LKG-യിൽ പഠിക്കുമ്പോൾ മുടിക്ക് അധികം നീളമുണ്ടായിരുന്നില്ലെങ്കിലും കെട്ടിവെച്ചായിരുന്നു സ്കൂളിൽ പോയിരുന്നത്. സലീം ഖാൻ മുടി ദാനം ചെയ്യാൻ തയ്യാറെടുത്തതോടെ ക്ലാസ് അധ്യാപികയായ അഞ്ജനയും തൃശൂർ അമല ആശുപത്രിയിലെ ക്യാൻസർ ബാധിതർക്ക് മുടി നൽകാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. ഒരു വയസ്സിലാണ് ലാസ്റ്റ് വെട്ടിയത്. അപ്പം അത് കഴിഞ്ഞിട്ട് നല്ല ഗ്രോത്ത് കണ്ടപ്പോൾ ആണ് നമുക്കിങ്ങനെ കൊടുത്താലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ വയ്യാത്തവർക്ക് കൊടുക്കാം, ഡൊണേറ്റ് ചെയ്യാം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി. പിന്നെ വെട്ടിയില്ല. 1-2 തവണ ഒക്കെ ഷേപ്പ് ചെയ്ത് നിർത്തി. താഴത്തെ ഭാഗം മാത്രം ഒന്ന് കറക്റ്റ് ചെയ്ത് നിർത്തി, അല്ലാതെ പിന്നെ വെട്ടി കളഞ്ഞിട്ടില്ല. LKG പോയിരുന്നപ്പോൾ കുട്ടികളൊക്കെ കുറേ കളിയാക്കിയിരുന്നൊക്കെ പറയും വന്നിട്ട്, പെൺകുട്ടികളല്ലേ മുടി വളർത്താം, നീ എന്താ മുടി വളർത്തണം അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പറയുമായിരുന്നു. 1-2 തവണ ഫസ്റ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, നീ എല്ലാവരെ പോലെ മുടി വെട്ടില്ലേന്ന്. പിന്നെ അവനക്ക് തന്നെ അത് മനസ്സിലായി, ഇങ്ങനെ മുടി നമുക്ക് കൊടുക്കാനാണ്. ജൂൺ 13-ന് അമല ആശുപത്രിയിൽ നടക്കുന്ന കേശദാനം സ്നേഹദാനം പരിപാടിയിൽ വെച്ച് ഇരുവരും മുടി ദാനം ചെയ്യും. ബ്ലഡ് ഈസ് റെഡ് എന്ന രക്തദാന സംഘടനയുടെ സ്ഥാപകനായ അസീസ് കല്ലുംപുറത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 25 പേരാണ് അന്നേ ദിവസം മുടി ദാനം ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ദാതാവാണ് ഷെയ്ഖ് സലീം ഖാൻ. TCV കയ്പമംഗലം. മുളകുന്നത്തുകാവ് ശങ്കരൻചിറ പ്രദേശത്തുള്ള കുന്നിടിച്ച് വ്യാപകമായി മണ്ണ് കടത്തുന്നതിനെതിരെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോലടി മേഖലാ പ്രവർത്തകർ പരിസ്ഥിതി ദിനത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പഞ്ചായത്ത് ഓഫീസിന് മുൻപിലും കുന്നിടിക്കുന്ന പ്രദേശത്തുമാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. കുന്നിടിച്ച് പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടിക്കുകയും സൂര്യജീവിതം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് തടയാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനോട് പരിഷത്ത് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പരിഷത്ത് മേഖലാ പ്രസിഡന്റ് പ്രീത ബാലകൃഷ്ണൻ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി VK മുകുന്ദൻ, ട്രഷറർ MN ലീലാമ തുടങ്ങിയവർ പങ്കെടുത്തു. പൂജാസസ്യങ്ങളും ഫലവൃക്ഷ തൈകളും നട്ട് പരിസ്ഥിതി പ്രവർത്തകരെ ആദരിച്ച് ഗുരുവായൂർ ദേവസ്വം ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേത്രാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. ഗുരുവായൂർ ക്ഷേത്രത്തിലും കീഴടം ക്ഷേത്രങ്ങളിലും ദേവസ്വം സ്ഥാപനങ്ങളിലും വൈവിധ്യമാർന്ന പരിപാടികളാണ് നടന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പുഷ്പങ്ങൾ ലഭിക്കുന്നതിനായി തെക്കേ നടയിൽ തീർത്ഥക്കുളത്തിന് സമീപം പൂജാസസ്യങ്ങൾ നട്ടുകൊണ്ടായിരുന്നു തുടക്കം. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ആദ്യ ചെടി നട്ടു. തെച്ചി, നന്ദ്യാർവട്ടം, തുളസി ചെടികൾ 100 എണ്ണമാണ് നട്ടത്. തുടർന്ന് തെക്കേനടയിലെ കൂവള വൃക്ഷത്തെ ആദരിച്ചു. അഷ്ടപതി അർച്ചനയോടെ കൂവള ചുവട്ടിൽ ആദ്യം നിലവിളക്ക് തെളിയിച്ചു. തുടർന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗങ്ങളായ മല്ലേശ്വരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ ചേർന്ന് കൂവള വൃക്ഷത്തെ മഞ്ഞപ്പട്ട് ചുറ്റിയാണ് ആദരിച്ചത്. പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ശ്രീകൃഷ്ണ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ഹരി നാരായണൻ,
ദേവസ്വം മുൻ ചീഫ് ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് ഓഫീസർ ജയചന്ദ്രൻ എന്നിവരെ ആദരിച്ചു. ആനത്താവളത്തിൽ നടന്ന ഫലവൃക്ഷത്തൈ നടീൽ ചടങ്ങ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം, സൗഹൃദ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ ആനത്താവളത്തിൽ നിരവധി വൃക്ഷത്തൈകൾ നട്ടു. ഇവയുടെ പരിപാലനവും സംരക്ഷണവും വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു. ദേവസ്വം കാവീട് ഗോശാലയിലും വെങ്ങാട് ഗോകുലത്തിലും ഫലവൃക്ഷത്തൈ നടീൽ നടന്നു. കിഴക്കേനടയിലെ കൗസ്തുഭം റെസ്റ്റ് ഹൌസ് പരിസരം, തെക്കേനടയിലെ ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിലും ചെടികൾ നട്ടു. ചാമ്പയ്ക്ക, നന്ദ്യാർവട്ടം, തെച്ചി എന്നിവയാണ് നട്ടത്. ശ്രീകൃഷ്ണ കോളേജിൽ ക്യാമ്പസ് വളപ്പിലെ മരമുത്തശ്ശിയെ ആദരിച്ചു. കോളേജിലെ വിവിധ പഠന വകുപ്പുകളുടെ നേതൃത്വത്തിലും പരിസ്ഥിതി ദിനം ആചരിച്ചു. ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചന്ദനമരം നട്ടായിരുന്നു പരിസ്ഥിതി ദിനാചരണം. പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഇക്കോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ മുറിയിലും പരിസരത്തും പരിസ്ഥിതി സന്ദേശ ബോർഡുകൾ സ്ഥാപിച്ചു. TCV ഗുരുവായൂർ. ദേവാങ്കണം ചാരുഹരിതം പരിപാടിയുടെ ഭാഗമായി ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ 100ഓളം വൃക്ഷത്തൈകൾ നട്ടു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശൻ ഉദ്ഘാടനം ചെയ്തു. ബോർഡ് അംഗം പ്രേംരാജ് ചുണ്ടലാത്ത്, സെക്രട്ടറി P. ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, മാനേജർ സരിത, ഹരിഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഭാഗമായി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈകളും പൂജാപുഷ്പങ്ങളുടെ തൈകളും നട്ടു. വടക്കഞ്ചേരി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR അനൂപ് കിഷോർ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടലാത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, ഡിവിഷൻ കൌൺസിലറും ഉപദേശക സമിതി അംഗവുമായ KU പ്രദീപ്, ദേവസ്വം ഓഫീസർ G. ശ്രീരാജ്, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് B. ശ്രീധരൻ, സെക്രട്ടറി C. ജയേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കാഞ്ഞാണി സംസ്ഥാനപാതയിൽ അരിമ്പൂർ സെന്ററിന് സമീപം റോഡ് പിളർത്തി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. വാട്ടർ അതോറിറ്റി അധികൃതരെ അറിയിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആക്ഷേപമുണ്ട്. അരിമ്പൂർ പഞ്ചായത്തിന്റെ അതിർത്തി പങ്കിടുന്ന റോഡിൽ പലയിടത്തും സമാനമായ രീതിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുകയും റോഡ് കേടാവുകയും ചെയ്യുന്നത് പതിവാവുകയാണ്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കുവാൻ ജലസേചന വകുപ്പ് അധികൃതർ അടിയന്തര നടപടിയെടുക്കണമെന്ന് അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ആവശ്യപ്പെട്ടു. വീണ്ടും പ്രധാന വാർത്തകൾ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചരിത്ര വിജയം ആഘോഷമാക്കി BJP. സുരേഷ് ഗോപിക്ക് തൃശൂരിൽ വമ്പൻ സ്വീകരണം. നഗരത്തിൽ നടന്ന റോഡ് ഷോയിൽ ആയിരങ്ങൾ അണിനിരന്നു. മെട്രോ റെയിൽ തൃശൂരിലേക്ക് നീട്ടുന്നത് സാങ്കേതിക സാധ്യതകൾ പരിശോധിച്ച് ഉറപ്പാക്കുമെന്ന് നിയുക്ത MP സുരേഷ് ഗോപി. K. മുരളീധരന്റെ തോൽവിയിൽ തൃശൂരിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും TN പ്രതാപനുമെതിരെ വ്യാപക പോസ്റ്റർ. പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി ജോസ് വള്ളൂർ. DCC നേതൃത്വത്തോട് വിശദീകരണം ചോദിക്കുമെന്ന് K. സുധാകരൻ. കോൺഗ്രസ് വിടാനുള്ള തന്റെ തീരുമാനം തെറ്റിയില്ലെന്ന് പത്മജ വേണുഗോപാൽ. ബെന്നി ബെഹനാന്റെ രണ്ടാംവട്ട വിജയത്തിൽ നിറം മങ്ങി ചാലക്കുടി അസംബ്ലി മണ്ഡലത്തിലെ ഭൂരിപക്ഷം. ആലത്തൂരിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പരാജയത്തിന് കാരണമായത് സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവുകളെന്ന് DCC നേതൃത്വം. വടനപ്പള്ളിയിൽ കാർ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചുകയറി 4 പേർക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട കാർ സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലിടിച്ചാണ് ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചുകയറിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.